നമസ്കാരം. മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇത് എന്തുകൊണ്ടാണ് പൊളിഞ്ഞതെന്ന് വെരിഫൈ ചെയ്യാൻ, അതൊന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി ഒരു സംവിധാനം ഡിപ്പാർട്ട്മെൻറ്റിനില്ല. ഒരു ഹോംവർക്ക് ചെയ്യാതെ ഏതോ പുസ്തകം നോക്കി അതിൻ്റെ സിദ്ധാന്തം വെച്ചിട്ട് മാത്രം പ്രൊജക്റ്റുകൾ ഉണ്ടാക്കി താഴോട്ട് കൊടുത്തു. അതൊക്കെ കംപ്ലീറ്റ് കൊളാവുന്ന ഒരവസ്ഥയിലേക്ക് വന്നത്. കോടിക്കണക്കിന് രൂപ ഗവൺമെൻറ് ഖജനാവെന്ന് പോയി, അതേപോലെ തന്നെ കോടിക്കണക്കിന് രൂപ കൃഷിക്കാരുടെ കയ്യിൽ നിന്നും പോയി. അത് മുഴുവൻ ഇപ്പോൾ അസ്ഥാനത്തായി. പതിനായിരക്കണക്കിന് ആളുകൾ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലും പുതുതായി മത്സ്യകൃഷിയിലേക്ക് വന്നു. അതിൻ്റെ 90% അബവ് ഇപ്പോൾ തിരിച്ചുപോയി എന്ന് പറഞ്ഞാൽ ആരും ആ മേഖലയിലില്ല. വളരെ കൂടുതൽ ആളുകൾ മത്സ്യം കഴിക്കുകയും വലിയ അളവിൽ കഴിക്കുകയും ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞ അളവിൽ മാത്രം ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് കേരളത്തിൻ്റെ ഒരു സവിശേഷത. ശുദ്ധജല മത്സ്യകൃഷി മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നത് ഈ പറഞ്ഞ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. കാരണം എക്സ്പെർട്ടായിട്ട് ആളുകൾ റിപ്പോർട്ട് കൊടുത്താലും ഗവൺമെൻറ് അതിനകത്ത് ഇടപെടൽ നടത്തുന്നില്ല. പിന്നെ നമുക്ക് ഉൽപ്പാദനം വികസിക്കണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. കാരണം പുതിയ സ്ഥലത്തേക്ക് കൃഷി വരണം. ഈ ജലാശയത്തിലേക്ക് വിഷജലം ഒഴുക്കിയിട്ട് അതിൻ്റെ ഫലമായിട്ടാണ് ഈ മീൻ മുഴുവൻ ചത്തുപൊങ്ങിയതാണ് അവർ പറഞ്ഞത്. പക്ഷേ ഗവൺമെൻറ് ആ റിപ്പോർട്ട് എടുത്തതേ ഇല്ല. അത് മത്സ്യത്തൊഴിലാളിക്കും കൊടുക്കണം, മത്സ്യകൃഷിക്കാർക്കും കൊടുക്കണം. അത് മാത്രമേ മാർഗ്ഗമുള്ളൂ, വേറെ മാർഗ്ഗമില്ല. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കേരള അക്വാ ഫാർമേഴ്സ് ഫെഡറേഷന്റെ സംസ്ഥാന അധ്യക്ഷൻ ടി പുരുഷോത്തമനാണ്. നമസ്കാരം. നമസ്കാരം. ഈ നമ്മുടെ അക്വാ മേഖലയിൽ, അതായത് ഫിഷറീസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മത്സ്യ വളർത്തലുമായി ബന്ധപ്പെട്ട് നിരവധിയായ വിഷയങ്ങൾ നിലനിൽക്കുന്നു. നമുക്കറിയാം, കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ വിദേശ നാണ്യത്തിൻ്റെ വലിയ ബഹുഭൂരിപക്ഷം നേടിത്തരുന്നത് ഈ അക്വാ മേഖലയിൽ നിന്നാണ്. പക്ഷേ സർക്കാർ ഒരു കാരണവശാലും അതിനെ ഒരു പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖലയായോ ഒരു കാർഷിക മേഖലയായോ ഒന്നും പരിഗണിക്കില്ല, പ്രത്യേകിച്ചിട്ടും കേരള സർക്കാർ. എങ്ങനെയാണ് ഈ മേഖലയിലുള്ള പ്രശ്നങ്ങളെ സമീപിക്കുന്നത്? എന്തെല്ലാം വിഷയങ്ങളാണ് ഈ ഫാർമേഴ്സ് നേരിടുന്നത്? ഈ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭൂവിസ്തൃതിയുടെ 1.18% മാത്രമാണ് ഉള്ളത്. ഒരു ചെറിയ സംസ്ഥാനമാണ്. പക്ഷേ കേരളത്തിൻ്റെ ജലസമ്പത്ത് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനങ്ങൾക്ക് ഇത്രയും ഒരു സമ്പന്നമായ ജലസ്രോതസ്സില്ല. കേരളത്തിൽ ഏതാണ്ട് 10%, അതായത് ഇന്ത്യയിലെ ടോട്ടൽ ഇൻലാൻഡ് വാട്ടർ റിസോഴ്സിൻ്റെ 10% കിടക്കുന്നത് കേരളത്തിലാണ്. ആ ജലസ്രോതസ്സിനെയാണ് ശരിക്കും കേരളത്തിൽ പ്രയോജനപ്പെടുത്തേണ്ടത്. അക്വാകൾച്ചർ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ വികാസത്തിന് ഏറ്റവും ഗൗരവപ്പെട്ട മഹനീയമായ പങ്കുവഹിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മേഖലയാണ്. പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ അതിനെ പ്രയോജനപ്പെടുത്തുന്നില്ല. പ്രയോജനപ്പെടുത്തണമെങ്കിൽ അത് വളരെ ആസൂത്രിതമായി പ്ലാൻ ചെയ്ത് അതിൻ്റെ പശ്ചാത്തല സൗകര്യം വികസിപ്പിച്ച് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും കേരളത്തിൻ്റെ സമ്പദ്ഘടന തന്നെ വലിയ രീതിയിൽ മുന്നോട്ട് നയിക്കാൻ ഈ മേഖലയ്ക്ക് സാധിക്കും. പക്ഷേ അതിനെ തിരിച്ചറിയാൻ നമ്മുടെ നയരൂപീകരണത്തിന് വേണ്ടി മുൻകൈ എടുക്കുന്നവർക്കോ ഗവൺമെൻറ്റിനൊന്നും സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ മേഖലയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് പറയുന്നത് ഇതിൽ ഗവൺമെൻറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുൻകൈ എടുക്കേണ്ടത്. കാരണം ലോകം മുഴുവൻ അക്വാകൾച്ചറിൽ പുരോഗമിച്ച് വരികയാണ്. ലോകത്ത് ഓരോ വർഷവും ഈ അഗ്രികൾച്ചർ അലൈഡായിട്ടുള്ള മേഖലയിൽ 7.5% കഴിഞ്ഞ കുറേ വർഷമായിട്ട് സ്റ്റേബിളായിട്ട് 7.5% വർധനവ് കാണിക്കുന്നതാണ് ഈ അക്വാകൾച്ചർ. ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളും മോശമല്ല. എന്ന് പറഞ്ഞാൽ ലോകത്ത് ടോട്ടൽ ഉണ്ടാക്കുന്ന മത്സ്യസമ്പത്തിൻ്റെ 51% ഈ മത്സ്യകൃഷിയിലൂടെ ഉണ്ടാക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ക്യാപ്ചർ ഫിഷീസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം ഉണ്ടാകുന്നത് മത്സ്യകൃഷിയിലൂടെയാണ്. ഇന്ത്യയിൽ വ്യത്യസ്തമല്ല. ഇന്ത്യയിൽ 53% ടോട്ടൽ ഉണ്ടാക്കുന്നതിൻ്റെ 53% പിന്നെ മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ കേരളത്തിൻ്റെ സ്ഥിതി വ്യത്യസ്തമാണ്. കേരളത്തിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് ഈ ഇന്ത്യയിലെ ടോട്ടൽ ഉൾനാടൻ ജലസമ്പത്തിൻ്റെ 10% സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, അതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ടോട്ടൽ ഉൾനാടൻ ഉൽപ്പാദനം, അതായത് അക്വാകൾച്ചർ ഉൽപ്പാദനത്തിൻ്റെ 2% മാത്രമേ വരും. പക്ഷേ കേരളീയരുടെ പിന്നെ ഒരു ഭക്ഷ്യസംസ്കാരം എന്ന് പറയുന്നത് മീനുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും പ്രധാനമായി കിടക്കുന്നത്. ഏറ്റവും കൂടുതൽ മത്സ്യം കഴിക്കുന്നതിൽ മുമ്പിൽ നിൽക്കുന്നവരാണ് കേരളീയർ. ലക്ഷദ്വീപ് കഴിഞ്ഞാൽ പിന്നെ കേരളമാണെന്ന് തോന്നുന്നു ഏറ്റവും മുമ്പിൽ, അതുപോലെ തന്നെ ബംഗാളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് വളരെ കൂടുതൽ ആളുകൾ മത്സ്യം കഴിക്കുകയും വലിയ അളവിൽ കഴിക്കുകയും ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞ അളവിൽ മാത്രം ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് കേരളത്തിൻ്റെ ഒരു സവിശേഷത. അതായത് അഖിലേന്ത്യാ ശരാശരി ഒരാൾ ഒരു വർഷം കഴിക്കുന്ന മത്സ്യം എന്ന് പറയുന്നത് 7 കിലോ ആകുമ്പം
കേരളത്തിൽ ഒരാൾ ഒരു വർഷം കഴിക്കുന്ന മത്സ്യം എന്ന് പറയുന്നത് വെച്ചാൽ പെർ ക്യാപിറ്റ കഴിക്കുന്നത് 24 കിലോ ആണ്. അപ്പോൾ 3 ഇരട്ടിയിലധികമാണ്. പക്ഷേ ഉൽപ്പാദനം എന്ന് പറയുന്നത് വളരെ വളരെ പുറകിലാണ്. ഇത്രയും വലിയ സമ്പന്നമായ ജലാശയങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടും നമ്മൾ ആ മേഖലയിൽ വളരെ വളരെ പുറകിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനെ പ്രയോജനപ്പെടുത്താനുള്ളൊരു സംവിധാനം ഗവൺമെൻറ് നിലവാരത്തിൽ വരണം. അത് എന്നാൽ മാത്രമേ അത് സാധിക്കൂ. അത് അപ്പോൾ അതിൻ്റെ പശ്ചാത്തല സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം, കൃഷിക്കാർക്ക് വേണ്ടുന്നതിൻ്റെ ടെക്നോളജി കൊടുക്കണം, അതുപോലെ തന്നെ സാമ്പത്തിക സഹായം ചെയ്ത് കൊടുക്കണം. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് വളരെ ഗൗരവപ്പെട്ടൊരു പങ്ക് വഹിക്കാൻ ഈ മേഖലക്ക് സാധിക്കും. അല്ല, ഇപ്പോൾ കേരളത്തിൽ ഈ മത്സ്യ വികസനവുമായി ബന്ധപ്പെട്ട് അല്ലെ ഈ ഏരിയയിൽ കുറച്ചും കൂടി വലിയ പുരോഗതി കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക വകുപ്പ് തന്നെയുണ്ട്, അതിന് പ്രത്യേക ചുമതലയുള്ള മന്ത്രിയൊക്കെ ഉണ്ട്. പക്ഷേ ഈ മന്ത്രിയൊക്കെ ഉണ്ടായിട്ടും അല്ലെ പ്രത്യേക തരത്തിൽ ഉദ്യോഗസ്ഥരും നിരവധി പ്രോജക്റ്റുകളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇത് ഒരു റിയാലിറ്റിയിലേക്ക് വരാത്തത്? ഞാനതിലിപ്പോൾ ഒരു കാര്യം പറയാം. കാരണം പദ്ധതികൾ ഒരുപാട് വരുന്നുണ്ട്, ഒരുപാട് ഫണ്ട് വിനിയോഗം നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഫണ്ട് വിനിയോഗം നടക്കുന്നതൊക്കെ അസ്ഥാനത്താണ് പലപ്പോഴും. കാരണം ഒന്നും അതിൻ്റെ കൃത്യമായിട്ട് ഔട്ട്പുട്ട് ഉണ്ടാകുന്നില്ല. ഇപ്പം ഈ കോവിഡ് വന്നപ്പോൾ കേരളത്തിൽ വളരെ കാര്യമായിട്ട് മത്സ്യകൃഷി മേഖല ഒരു മുന്നേറ്റം ഉണ്ടായി. എന്നാൽ സുഭിക്ഷ കേരളം പദ്ധതിയുടെ പേരിൽ 10,000-കണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലും പുതുതായി മത്സ്യകൃഷിയിലേക്ക് വന്നു. അതിൽ 90% അപ്പോൾ ഇപ്പോൾ തിരിച്ചുപോയി എന്ന് പറഞ്ഞാൽ ആരും ആ മേഖലയിലില്ല. അങ്ങനെ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ അന്ന് കൃഷി ചെയ്തപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഇനം എന്ന് പറയുന്നത് തിലാപ്പിയായിരുന്നു. തിലാപ്പിയ സാധാരണ നമ്മുടെ മലയാളികൾ, പ്രത്യേകിച്ച് തീരദേശ മേഖല മലയാളികളുടെ അവരുടെ ഒരു സ്വാദുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു ഭക്ഷ്യ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമല്ല അത്. അപ്പോൾ തിലാപ്പിയ ഒരു പുതിയ സ്പീഷീസാണ്. അതിനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാൻ ഒരു പരിപാടിയും ഗവൺമെൻറ് ഉണ്ടായിട്ടില്ല. കാരണം ഇങ്ങനൊരു സ്പീഷീസ് വളരെ വ്യാപകമായി കൃഷി ചെയ്യുമ്പം അതിനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെൻറ്റിന് പദ്ധതി ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോൺസെപ്റ്റ് മുതൽ അതിൻ്റെ മാർക്കറ്റിംഗ് വരെയുള്ള എല്ലാ കാര്യത്തിലും അതിന് സംവിധാനം ഉണ്ടാകണം. അപ്പോൾ ഇത് ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചു, കൃഷിക്കാരെ അതിനകത്തേക്ക് വന്നു, ഗവൺമെൻറ് കുറേ പൈസ ചിലവാക്കി, കോടിക്കണക്കിന് രൂപ ഗവൺമെൻറ് ഖജനാവെന്ന് പോയി, അതേപോലെ തന്നെ കോടിക്കണക്കിന് രൂപ കൃഷിക്കാരുടെ കയ്യിലും പോയി. അത് മുഴുവൻ ഇപ്പോൾ അസ്ഥാനത്തായി. അതിപ്പോഴും വളരെ വളരെ കുറച്ച് നാമമാത്രമായ സ്ഥലങ്ങൾ മാത്രമേ അത് വർക്ക് ചെയ്യുന്നുള്ളൂ. എന്നാൽ ഇതൊക്കെ പൊളിഞ്ഞ് പാളീസായി പോയപ്പോഴും ഇത് എന്തുകൊണ്ടാണ് പൊളിഞ്ഞതെന്ന് വെരിഫൈ ചെയ്യാൻ, അതൊന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി ഒരു സംവിധാനം ഡിപ്പാർട്ട്മെൻറ്റിനില്ല. എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം കേരളത്തിലിപ്പം ഈ ടാങ്കുകളൊക്കെ കൃഷി ചെയ്യണമെങ്കിൽ 150 രൂപ ഒരു കിലോ തിലാപ്പി ഉൽപ്പാദിപ്പിക്കാൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരും. ഈ 150 രൂപ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് 150-ന് മേലെ വിറ്റാൽ മാത്രമേ കൃഷിക്കാരന് നിൽക്കാൻ വേണ്ടി പറ്റും. പക്ഷേ നമ്മുടെ മാർക്കറ്റിലേക്ക് 60 രൂപക്കും 80 രൂപക്കും ആന്ധ്രയിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഈ തിലാപ്പിയ വരികയാണ്. ആ വരുന്ന തിലാപ്പിയ എന്ന് പറയുന്നത് ഭക്ഷ്യോഗ്യമായ തിലാപ്പിയ അല്ല, ഭൂരിഭാഗവും മത്സ്യമല്ല. അത് ഈ മത്സ്യം മാത്രമല്ല, മറ്റു മത്സ്യങ്ങളും. അതിനകത്ത് അളവിൽ കൂടുതൽ സോഡിയം ബെൻസോയേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫോർമാലിൻ ഉണ്ട്, അമോണിയം സൾഫേറ്റ് ഉണ്ട്. അങ്ങനെ നമുക്ക് വളരെ മാരകമായ രോഗങ്ങൾ സംഭാവന ചെയ്യുന്ന ഒരുപാട് സാധനങ്ങൾ ഉള്ളതാണ് വരുന്നത്. അതിനെ തടയാനുള്ള ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിനാണ്. കാരണം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉണ്ടല്ലോ നമുക്കത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അതിനകത്ത് ഇടപെടുകയും ഈ വരുന്ന മത്സ്യം ഭക്ഷ്യോഗ്യമാണെന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ അത് പിടിക്കുകയും നശിപ്പിക്കപ്പെടുകയും കേസെടുക്കുകയൊക്കെ ചെയ്യും. അത് അതിൻ്റെ കൂടെ ഗവൺമെൻറ് ചെയ്യേണ്ടത് നല്ല മത്സ്യം കൊടുക്കണം. കാരണം ആളുകൾ മത്സ്യം കഴിക്കാൻ തയ്യാറാണ്. നല്ല മത്സ്യം കൊടുക്കണം. ഇപ്പോൾ വിഷരഹിതമായ മത്സ്യം ഉണ്ടാക്കാൻ കൃഷിക്കാർ വിചാരിച്ചാൽ പറ്റും. അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്ത് ആ മത്സ്യം ഉണ്ടാക്കിയിട്ട് ഈ സ്ഥാനത്തേക്ക് ഈ മത്സ്യം കൊണ്ടുവന്നാൽ രണ്ടും പരസ്പര പൂരകമായി പോയി കഴിഞ്ഞാൽ ശരിക്കും സിങ്ക്രണൈസ് ചെയ്ത് പോകണം. അത് രണ്ടും പരസ്പര പൂരകമായി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി മത്സ്യകൃഷി വികസിക്കുകയും ചെയ്യും, ആളുകളുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. പക്ഷേ അങ്ങനെ ആണെന്നുള്ളൊരു കാഴ്ചപ്പാടിലൊരു ഇത് ഗവൺമെൻറ്റിനില്ല. ഗവൺമെൻറ് നയപരമായ ഗവൺമെൻറ് ഇടപെടലുമായി ബന്ധപ്പെട്ട പ്രശ്നമാണിത്. നമുക്ക് അറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഈ കായലുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കരിമീനൊക്കെ ഉണ്ട്. നല്ല വില കിട്ടുകയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ കരിമീൻ ഒരു വ്യാപകമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും യഥാർത്ഥത്തിൽ ഈ ഫിഷറീസിൻ്റെ മുന്നിൽ എന്തുകൊണ്ടാണ് ഉണ്ടാവാത്തത്? അല്ല, കരിമീൻ വ്യാപകമാക്കുന്നതിനുള്ള ശ്രമം തീരെ ഇല്ല എന്ന് പറഞ്ഞുകൂടാ. കരിമീൻ വ്യാപകമാക്കുന്നതിനുള്ള ശ്രമമുണ്ട്. കരിമീൻ എന്ന് പറയുന്നത് വളരെ ഒരു സ്ലോ ഗ്രോത്തുള്ളൊരു ഫിഷാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രോത്ത് റേറ്റ് സ്വാഭാവികമായ വളർച്ച ഗ്രോത്ത് റേറ്റ് കുറവാണ്. ഇപ്പോൾ തിലാപ്പിയ എന്നൊക്കെ പറഞ്ഞാൽ 6 മാസം കൊണ്ട് 1/2 കിലോ ആയിട്ട് വരും. അത് ഗിഫ്റ്റ് ജനറ്റിക്കലി ഇമ്പ്രൂവ്ഡ് ആയതുകൊണ്ട് 6 മാസം കൊണ്ട് അത് 1/2 കിലോ ആയിട്ട് വരും. പക്ഷേ നമ്മുടെ ഒരു കരിമീൻ എന്ന് പറയുന്നത് 200 ഗ്രാമാണ്. ചിലപ്പം 8 മാസം 9 മാസം ചിലപ്പോൾ 12 മാസം ഉണ്ടായാലും മാത്രമേ 200 ഗ്രാം കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഈ കൾച്ചർ പീരീഡ് നീണ്ടുപോകും. അപ്പോൾ കൃഷിക്കാർക്കത് ബുദ്ധിമുട്ടുണ്ടാവും. മറ്റേതാമെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഒരു 3 മാസം കൊണ്ട്, ഇപ്പോൾ 4 മാസം കൊണ്ടൊക്കെ ചെമ്മീൻ കൃഷി അവസാനിക്കും, 3 മാസം 4 മാസം കൊണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന കൃഷിയാണ്.
അത്രയും വലിയ പൈസ അതിന് കിട്ടുകയും ചെയ്യില്ല. അല്ല, പക്ഷേ സ്വാഭാവികമായ പോണ്ടുകളൊക്കെ വേണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ കൺവേർട്ട് ചെയ്യണം, വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്ത രീതിയിൽ. അതല്ല, അതിപ്പം വളരെ വൈഡായിട്ട് ഇപ്പോൾ 5-10 ഏക്കറൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ കരിമീനൊക്കെ നല്ല വിത്ത് നമ്മൾ കൊണ്ടുപോയി സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീറ്റയൊന്നും കൊടുക്കാതെ കൊണ്ട് നല്ല പ്ലവങ്ങൾ മാത്രം കഴിച്ചിട്ട് അത് വളർന്നു കഴിഞ്ഞാൽ നല്ല ഇതായിട്ട് കിട്ടും അത്. പക്ഷേ തീറ്റ കൊടുത്ത് നമ്മൾ ശാസ്ത്രീയ കൃഷിയിലേക്ക് വരുമ്പോൾ തീറ്റ കൊടുത്ത് വളർത്തുമ്പം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ കരിമീൻ കുറച്ചുകൂടി ഗ്രോത്ത് കിട്ടും. ആ ഗ്രോത്ത് റേറ്റ് കിട്ടണമെങ്കിൽ അതിന് പിന്നെ ഒരു ഹൈ പ്രോട്ടീൻ ഫീഡ് കൊടുക്കണം. അതിൻ്റെ എക്കണോമിക്സും എല്ലാം ശരിയാവുകയും ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ലാഭം തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അത് വ്യാപകമായിട്ട് വരണം. അത് അങ്ങനെ വ്യാപകമായിട്ട് വന്നു കഴിഞ്ഞാൽ പറ്റും. അത് കരിമീൻ മാർക്കറ്റ് ഉണ്ട്, കാരണം നമ്മളെ സംസ്ഥാന മത്സ്യമാണല്ലോ കരിമീൻ. അപ്പോൾ അതിന് മാർക്കറ്റ് ഉണ്ട്. അത് ആ നിലയിലുള്ള പ്രൊഡക്ഷൻ ഉണ്ടായി വരണം. ഗവൺമെൻറ് ചില കാര്യങ്ങൾ അതിനകത്ത് ചെയ്യുന്നുണ്ട്. പക്ഷേ വേണ്ട രീതി അതിൻ്റെ സീഡ് പ്രൊഡക്ഷൻ കാര്യങ്ങൾ വെച്ചാൽ അതിന് ചെറിയ അളവിൽ മാത്രമേ സാധിക്കൂ. അത് സാധാരണ നമ്മളിപ്പോൾ ഒരു ചെമ്മീനൊക്കെ സാധാരണ അതിൻ്റെ ഒരു പിന്നെ ബ്രൂഡ് സ്റ്റോക്കെന്ന് നമ്മളിപ്പോൾ ചെമ്മീനൊക്കെ ഉണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ അത് 10 ലക്ഷമൊക്കെ ഉണ്ടാവും ഒറ്റ തവണ ബ്രീഡ് ചെയ്യിച്ചാൽ. പക്ഷേ ഇതെന്ന് പറയുന്നത് 500 എണ്ണ ഉണ്ടാവും. അതിൻ്റെ ഫീക്കൻറ്റിറ്റി പറഞ്ഞാൽ വളരെ കുറവാണ്. അപ്പോൾ ഒരു പിന്നെ ജോഡി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 500 എണ്ണം മാത്രമേ ഉണ്ടാവൂ അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സീഡ് പ്രൊഡക്ഷൻ്റെ ഒക്കെ പ്രശ്നം അതിനകത്തുണ്ട്. പക്ഷെ എന്നാലും കുറേ കൂടി ഇപ്പോൾ അത് മെച്ചപ്പെട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഈ നേരത്തെ ഇതിൻ്റെ കാര്യം ചെമ്മീൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ചെമ്മീൻ നമുക്കിപ്പോൾ ഈ മത്സ്യകൃഷി എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ അല്ലെങ്കിൽ കേരളീയരുടെ മനസ്സിൽ മൊത്തം ഉള്ളത് ചെമ്മീൻ കൃഷി മാത്രമാണ്. ഇപ്പോൾ ചെമ്മീൻ കൃഷി പലപ്പോഴും ചില സംഭവങ്ങൾക്ക് രോഗബാധയൊക്കെ ചിലപ്പം കർഷകർക്ക് വലിയ തിരിച്ചടിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം കൃഷിയുടെ തന്നെ പറഞ്ഞു കുറേ ആളുകൾ ഈ കൃഷിയിലേക്ക് വരികയും പക്ഷേ നേരെ പകുതിയോളം ആളുകൾ തിരിച്ചു പോവുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളത്. ഇത് ശാസ്ത്രീയമായി അവരെ പഠിപ്പിക്കാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ അവർക്ക് അത്തരത്തിലൊരു വലിയൊരു ഗൈഡ് ലൈൻസ് കിട്ടാത്തതുകൊണ്ടാണോ? അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ കേരളത്തിൽ ബയോഫ്ലോക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ബയോഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രൂവ്ഡ് ടെക്നോളജിയാണ്. അത് ശരിക്ക് പിന്നെ ഇസ്രയേലുകാരാണ് അതിൻ്റെ ആളുകൾ. ഇപ്പോൾ ലോകത്ത് മുഴുവൻ അത് വ്യാപിച്ചു. ശരിക്കും പ്രൂവ് ചെയ്യപ്പെട്ട ടെക്നോളജിയാണ്. പക്ഷേ കേരളത്തിൽ ഈ ബയോഫ്ലോക്ക് കൊണ്ടുവന്നപ്പോൾ നമ്മളെ ഫിഷറീസിലെ ഉദ്യോഗസ്ഥന്മാർ അതിനൊരു ഗൗരവത്തിലെടുത്തില്ല. അതിൻ്റെ പ്രോജക്റ്റ് തയ്യാറാക്കുമ്പോൾ അതിന് വേണ്ടുന്ന ഒരു പിന്നെ ഫീൽഡ് വർക്ക് അവർ ചെയ്തില്ല. എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഒരു ഹോംവർക്ക് ചെയ്യാതെ ഒരു ഏതോ പുസ്തകം നോക്കി അതിൻ്റെ സിദ്ധാന്തം വെച്ചിട്ട് മാത്രം പ്രോജക്റ്റുകൾ ഉണ്ടാക്കി താഴോട്ട് കൊടുത്തു. അതൊക്കെ കംപ്ലീറ്റ് കൊളാവുന്ന ഒരവസ്ഥയിലേക്ക് വന്നത്. ശരിക്കും പറഞ്ഞാൽ വളരെ നന്നായിട്ട് അതിൻ്റെ ടെക്നോളജി അത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണത്. പക്ഷേ അങ്ങനെയല്ല വന്നത്. എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഒരു ടെക്നോളജി ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ടെക്നോളജി നേരെ അങ്ങ് നമുക്ക് ഫീൽഡിൽ പ്രയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അതിനൊരു അഡാപ്റ്റീവ് റിസർച്ച് വരണം അത്. അപ്പോൾ കേരളത്തിൽ അതിൻ്റെ ഒരു സംവിധാനം അങ്ങനെ ഉണ്ടായില്ല. അഡാപ്റ്റീവ് റിസർച്ച് ഇല്ലാതെ, അതായത് എന്തെങ്കിലും ഡെമോൺസ്ട്രേഷൻ നടത്തിയിട്ട് അതിൻ്റെ വരുംവരായിക ദോഷങ്ങളും ഗുണങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിനകത്ത് വേണ്ട തിരുത്തൽ വരുത്തിയിട്ട് മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റും. ഫീൽഡും പിന്നെ ലാബും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഫീൽഡിൽ വിലയൊക്കെ വരുമ്പം അത് കുറേയും കൂടി ഒരു ഫൈൻ ട്യൂണിങ്ങിന് വിധേയമാണ്. അതാക്കാത്താണ് ഈ പറയുന്ന കുറേ കാര്യങ്ങൾ പോയത്. പിന്നെ പറഞ്ഞാൽ മാർക്കറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ മാർക്കറ്റിംഗാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ചെമ്മീൻ കൃഷിയിലെ പ്രശ്നമല്ല, ഫ്രഷ് വാട്ടർ മേഖലയിൽ, പ്രത്യേകിച്ച് ശുദ്ധജല മത്സ്യകൃഷി മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നത് ഈ പറഞ്ഞ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. കാരണം ആളുകൾ ഉണ്ടാക്കുന്ന അതിൻ്റെ ഉൽപ്പാദന ചെലവിന് അത്രയും പൈസ കിട്ടാത്തപ്പോൾ ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആളുകൾ അങ്ങ് പിരിഞ്ഞുപോയി. അതാണ് അതിൻ്റെ ഒരു കാര്യം. പക്ഷേ ഒരുപാട് വിദേശ നാണ്യം എടുത്തിരുന്ന ഒരു പ്രൊഡക്റ്റാണല്ലോ ഈ ചെമ്മീൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ അതിന് പ്രത്യേക പദ്ധതി ഉണ്ടാക്കുകയും ഈ കൃഷിക്കാരെയൊക്കെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ചില സമീപനം കൂടി ആവശ്യമല്ലേ? അത് ഇപ്പോഴത്തെ നില എന്ന് പറയുന്നത് ശരിക്ക് ചെമ്മീൻ കൃഷി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനകത്ത് നല്ല പ്രൊഡക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 95% ശരിക്കും എക്സ്പോർട്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ വിദേശ നാണ്യം നമ്മളെ സർക്കാർ ഖജനാവിലേക്ക് വരും. അത് സർക്കാരിനും ഗുണമുണ്ടാവും, ഈ ചെയ്ത കൃഷിക്കാരനും ഗുണമുണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ഒരു വൈറ്റ് സ്പോട്ട് വന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം വന്നു, അല്ലെങ്കിൽ ഒരു പിന്നെ വലിയ രീതിയിലുള്ള പ്രകൃതി ദുരന്തം വന്നു, ഒരു നഷ്ടം വന്നു, വെള്ളപ്പൊക്കം ഉണ്ടാവാം, വെള്ളപ്പൊക്കം ഉണ്ടാവാം. അപ്പോൾ നഷ്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും അതിൽ ഉത്തരവാദിത്വമില്ല, സർക്കാരിന് ഉത്തരവാദിത്വമില്ല. അത് ആരാണ് കൃഷി ചെയ്യുന്നത് അയാളും അയാളുടെ കുടുംബക്കാരും സഹിച്ചുള്ളതിലാണ് നിലവിലെ നിലപാട്. അത് 2016 വരെ കേരളത്തിൽ പിന്നെ ഇതുണ്ടായിരുന്നു, ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരുന്നു ഈ സർക്കാരിൻ്റെ പദ്ധതികളിലെങ്കിലും. 2016 ശേഷം ഒരു ഇൻഷുറൻസ് കവറേജും എവിടെയില്ല. അപ്പോൾ ഞങ്ങളതിൽ സംഘടന പറഞ്ഞൊരു കാര്യം എന്താ പറഞ്ഞാൽ, ഒന്നുകിൽ ഈ കൃഷിക്കാർക്ക് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുക, അതിൽ പിന്നെ ക്രോപ്പ് ലോസ് ഫണ്ട് ഉണ്ടാക്കുക, എന്നിട്ട് കൃഷിക്കാരെ സഹായിക്കുക. കാരണം ഒരു കൃഷി നടത്തിയിട്ട് പൊളിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും കൃഷി നടത്താൻ ആവശ്യമായിട്ടുള്ള ഒരു സഹായം ചെയ്തു കൊടുക്കാൻ വേണ്ടി ഒരു സംവിധാനമാണ്. അല്ലെങ്കിൽ ഈ മേഖലയിൽ ആളുകൾ നിൽക്കില്ല. കാരണം സുരക്ഷിതമായി കൃഷി ചെയ്യാൻ പറ്റുന്ന സംവിധാനം നിലവിൽ കേരളത്തിലില്ല.
ആളുകൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അയാൾ പെട്ടു എന്നല്ലാതെ വേറെ അവരെ സഹായിക്കാനുള്ള ഒരു സംവിധാനം നിലവിൽ കേരളത്തിലില്ല. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ. ഇപ്പോൾ ഈ ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ വലിയ സമര പ്രഖ്യാപനമൊക്കെ നടക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് സർക്കാരിന് മുന്നിൽ വെക്കുന്നത്? ഫെഡറേഷൻ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്? ഇപ്പോൾ അക്വാകൾച്ചർ മേഖലയായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഈ സമീപകാലത്തായി ഉയർന്നു വരുന്ന പുതിയ പുതിയ പ്രശ്നങ്ങൾ, ഞാൻ പറഞ്ഞിപ്പോൾ ഒറ്റ കാര്യം, ഇപ്പോൾ എറണാകുളത്ത് ഈ പൊക്കാളി മേഖല മുഴുവൻ ഇപ്പം എന്ന് പറഞ്ഞാൽ പിന്നെ വളരെ ഉയർന്ന വേലിയേറ്റ ഇത് വരുന്നതുകൊണ്ട് എല്ലാം ഓവർഫ്ലോ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. എല്ലാ ബണ്ടുകളും കവിഞ്ഞൊഴുകിയിട്ട് പോവുകയാണ്. കൃഷിക്കാരനിങ്ങനെ ഈ ചെമ്മീനും മീനും പിന്നെ ഒഴുകി പോകുന്നത് നോക്കി നിന്ന് നിസ്സഹായനായി നിൽക്കാൻ മാത്രമേ ഇപ്പോൾ പറ്റുന്നുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് ഒരു വളരെ ഗൗരവപ്പെട്ട ഇടപെടൽ ഗവൺമെൻറ് ഭാഗത്ത് അതിനകത്ത് ഉണ്ടാകണം. അല്ലെങ്കിൽ പറഞ്ഞാൽ ഈ തീരദേശ മേഖലയിൽ അക്വാകൾച്ചർ ഇല്ലാതാകുന്നൊരവസ്ഥ വരും. കാരണം കഴിഞ്ഞ തവണ ഉണ്ടതിനെക്കാട്ടും ഏതാണ്ട് ഒരു 1-2 അടി വെള്ളം അധികം ഇത്തവണ വരികയാണ്. കഴിഞ്ഞ 2 വർഷം കുറച്ച് കുറവായിരുന്നു, അതിനപ്പുറത്തെ വർഷം വളരെ കൂടുതലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു വേലിയേറ്റാണ് വരുന്നത്. അത് കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് കടലിലെ ജലനിരപ്പ് ഉയർന്നു വരികയാണ്. അപ്പോൾ ജലനിരപ്പ് ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വെള്ളം തള്ളി നമ്മളെ മേലോട്ട് കയറി വരും. അപ്പോൾ അത് തടയാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, അതിൻ്റെ ബണ്ട് സ്ട്രെങ്തൻ ചെയ്യുക, അതേപോലെ തന്നെ ഹൈറ്റൻ ചെയ്യുക, എന്നിട്ട് വെള്ളം കയറുന്നത് ഒഴിവാക്കാൻ സംവിധാനം വരിക. അപ്പോൾ അതൊരു പൊതുവായിട്ടുള്ള പ്രശ്നമാണ്. കാരണം ഏതെങ്കിലും ഒരു കൃഷിക്കാരൻ്റെ പ്രശ്നമല്ല അത്. അപ്പോൾ ഈ ബണ്ട് സ്ട്രെങ്തൻ ചെയ്യുക, ഹൈറ്റൻ ചെയ്യുക എന്നൊക്കെ പറയുന്നത് സാധാരണ കൃഷിക്കാർക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ അത് ഗവൺമെൻറ് ഒരു പൊതു പ്രശ്നമായിട്ട് ഏറ്റെടുത്ത്, കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രശ്നമായിട്ട് ഏറ്റെടുത്ത് അത് അത് ഏതെങ്കിലും രീതിയിൽ പരിഹരിക്കാൻ തയ്യാറായിട്ടെങ്കിൽ ഈ തീരദേശ മേഖല കൃഷിയേ ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ കൊച്ചിയിലും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് സ്ഥാപനങ്ങൾ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട്, മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടുള്ള പഠനം, സമുദ്ര ഗവേഷണ പഠനം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വകുപ്പുകളും കുറേ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അവർ വളരെ സീരിയസ് ആയിട്ട് ഈ വിഷയങ്ങളൊക്കെ എടുക്കേണ്ടതല്ലേ? അത്തരത്തിലുള്ള ഒരു ഇത്തരത്തിലുള്ള ഒരു ഇടപെടലൊക്കെ ആവശ്യമുള്ളതല്ലേ? അവരെന്തുകൊണ്ടാണ് അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടാവാത്തത്? അല്ല, ഇതിലെന്താന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഉണ്ടാകുന്ന വിഷയങ്ങളെക്കുറിച്ച് പഠനം നടത്താൻ ഈ സ്ഥാപനങ്ങളൊക്കെ തയ്യാറാവാറുണ്ട്. പക്ഷെ സ്ഥാപനങ്ങൾ പഠനം നടത്തി കഴിഞ്ഞതുകൊണ്ട് മാത്രമേ വിഷയം പരിഹരിക്കപ്പെടുള്ളൂ. സർക്കാരിന്റെ ഇടപെടൽ സ്ഥാപനങ്ങൾ പിന്നെ പഠനം നടത്തിയിട്ട് അതിൻ്റെ റിപ്പോർട്ട് ഗവൺമെൻറ് കൊടുത്താൽ ഗവൺമെൻറ് അതിനകത്ത് ഇടപെടണം. അങ്ങനെ ഇടപെട്ടാൽ മാത്രമേ അത് നടക്കൂ. അങ്ങനെ ഇടപെടൽ പലപ്പോഴും ഇല്ല. ഞാൻ വന്നപ്പോൾ ഒറ്റ കാര്യം പറയാം. എറണാകുളം ജില്ലയിൽ പെരിയാറിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ 24 മെയ് മാസം മത്സ്യക്കുരുതി നടന്നു. മത്സ്യക്കുരുതി നടന്നപ്പോൾ എന്തായിരുന്നു അതിൻ്റെ അതിൻ്റെ പ്രതികരണം ഉണ്ടായത്? ശരിക്ക് കുഫോസുകാരതിനകത്ത് പിന്നെ അതിൻ്റെ ഒരു വിദഗ്ധമായ പഠനം നടത്തി. അവരവിടുന്ന് വെള്ളവും ഈ ചത്ത മത്സ്യങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് വളരെ വിശദമായി പഠിച്ച് അവർ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് ഗവൺമെൻറ്റിലേക്ക് കൊടുത്തു. അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ജലാശയത്തിലേക്ക് വിഷജലം ഒഴുക്കിയിട്ട് അതിൻ്റെ ഫലമായിട്ടാണ് ഈ മീൻ മുഴുവൻ ചത്തുപൊങ്ങിയതാണ് അവർ പറഞ്ഞത്. പക്ഷേ ഗവൺമെൻറ് ആ റിപ്പോർട്ട് എടുത്തതേ ഇല്ല. അതേപോലെ തന്നെ ഡോക്ടർ മധുസൂദനക്കുറുപ്പ്, പഴയ VC-യുടെ, അതായത് കുഫോസിൻ്റെ VC-യുടെ റിപ്പോർട്ട്, അയാളുടെ നേതൃത്വത്തിലൊരു കമ്മിറ്റി റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ടിലും പറയുന്നത് ഈ വിഷജലം കൊണ്ടാണ് ഈ മത്സ്യം ചത്തുപോയത്, വലിയ നഷ്ടം പറ്റി. അതിനകത്ത് ഏതാണ്ട് ഒരു 10-200ഓളം കൂട് കൃഷിക്കാരുണ്ട്. ആ കൂട് കൃഷിക്കാർക്ക് മാത്രം ഏതാണ്ട് 32 കോടി രൂപ അവർക്ക് നഷ്ടം വന്നു. 32 കോടി രൂപ നഷ്ടം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെയ് മാസം എന്ന് പറഞ്ഞാൽ മെയ് മാസം സമയത്ത് ഈ മീനൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ വലിപ്പം വന്നതാണ്. കാരണം ജൂൺ മാസം ഈ ട്രോൾ ബാൻ വരുന്ന സമയത്ത് വിൽക്കാൻ വേണ്ടി വെച്ച മത്സ്യമായിരുന്നു ഇതൊക്കെ. ഹാർവെസ്റ്റിന് അടുത്താണ്. ആ സമയത്താണ് ഇത് വന്ന് നശിച്ചു പോകുന്നത്. അപ്പോൾ ഒരുപാട് നാശമുണ്ടായി. അതുമാത്രമല്ല, അതിനായിട്ട് വലിയ നാശമാണ് ജലാശയത്തിലുണ്ടായത്. ജലാശയത്തിൽ എന്ന് പറഞ്ഞാൽ ഈ പൊരുന്ന മത്സ്യങ്ങൾ ശരിക്കും ജൂൺ മാസത്തിലൊക്കെ ബ്രീഡ് ചെയ്യാൻ വേണ്ടി റെഡിയായി വരുന്ന പൊരുന്ന മത്സ്യങ്ങൾ മുഴുവൻ നശിച്ചുപോയി. അപ്പോൾ ജലാശയത്തിൻ്റെ കഥ കഴിയുന്നൊരവസ്ഥയിലേക്ക് അത് വന്നു. പക്ഷേ ഗവൺമെൻറ് അതിൽ ഇടപെടുന്നില്ല. ഈ പറയുന്ന വളരെ പ്രധാനപ്പെട്ട എക്സ്പെർട്ടായിട്ട് ആളുകൾ റിപ്പോർട്ട് കൊടുത്താലും ഗവൺമെൻറ് അതിനകത്ത് ഇടപെടൽ നടത്തുന്നില്ല. അപ്പോൾ അതൊരു ചെറിയ രീതിയിലുള്ള പ്രശ്നമല്ല അത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ പൊതുജലാശയം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള നിയമം അനുസരിച്ചിട്ട് ഒരു തുള്ളി പോലും വിഷജലം അതിനകത്തേക്ക് ഒഴുക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ ഗ്രീൻ ടൈം ട്രൈബ്യൂണലിൻ്റെ നേരത്തെയുള്ള ഒരു ഉത്തരവുണ്ട്. അവർ ഈ മാർച്ച് മാസം 31 ശേഷം ഈ ഒരു സ്ഥാപനം, അതായത് ഒരു ഫാക്ടറികളും ഈ പെരിയാറിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ഇറക്കി വിട്ടുവിടാമെന്നാണ് അവരുടെ ഒരു ഉത്തരവുണ്ടായത്. പക്ഷേ എന്താ സ്ഥിതി? ഇപ്പോഴും ഇങ്ങനെ വിഷജലം ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഞങ്ങൾ സർക്കാരിനോട് പറഞ്ഞു ഞങ്ങൾക്ക് ഈ നഷ്ടപരിഹാരം തരണമെന്ന് പറഞ്ഞു. നഷ്ടപരിഹാരം തരണം എന്ന് പറഞ്ഞപ്പോൾ ഗവൺമെൻറ് തരണം എന്നല്ല ഞങ്ങൾ പറഞ്ഞത്. ആരാണോ ഈ വിഷജലം ഒഴുക്കി വിട്ടത് അപ്പോൾ അവരെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ കണ്ടെത്തി അവരിൽ നിന്ന് വസൂലാക്കി തരാൻ സംവിധാനം ഉണ്ടാകണം. കാരണം എന്താ പറയുക, അതാണ് സുപ്രീം കോടതി പറയുന്ന
പൊല്യൂട്ടർ പേ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ പൊല്യൂട്ടർ പേ ചെയ്യണത്, വേറെ ആർക്കും അതിനകത്ത് ഉത്തരവാദിത്വമില്ല. അപ്പോൾ അത് ഗവൺമെൻറ് ചെയ്യുന്നില്ല. ഗവൺമെൻറ് അതേപോലെ ഗവേണൻസ് ഇല്ലാത്തൊരവസ്ഥയാണ്. ഗവൺമെൻറ് ഇടപെട്ടിട്ട് അത് കൃഷിക്കാർക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരു സംവിധാനം ഉണ്ടാക്കണം. ഗവൺമെൻറ് അത് ചെയ്യുന്നില്ല. ഗവൺമെൻറ് ചെയ്യാതെ കൃഷിക്കാർ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇല്ലെങ്കിൽ ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കണം. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പെരിയാർ പോലുള്ള ജലാശയങ്ങൾ ഇത് ഈ നമ്മളെ ഫാക്ടറികൾക്ക്, വലിയ വ്യവസായികൾക്ക് അവർക്ക് വിഷജലം ഒഴുക്കാനുള്ളതാണ്. നിങ്ങളാരും ഇവിടെ കൃഷി ചെയ്യേണ്ട, ആരും മത്സ്യം പിടിക്കേണ്ടെന്ന് പറയണം. അങ്ങനെ പറഞ്ഞാലും മതി. അങ്ങനെ പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലല്ലോ. പക്ഷേ ഇത് ഉൽപ്പാദന മേഖലയാണ്. ഈ മേഖല ഇങ്ങനെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് എന്താണ് ശാശ്വതമായ ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ സംഘടന എന്താണ്? സർക്കാർ ഗവൺമെൻറ് ഇടപെടലാന്ന് വേണ്ടത്. ഗവൺമെൻറ് ഇടപെട്ടിട്ട് ഇതിനകത്ത് പരിഹാരം കാണണം. ഞാൻ പറഞ്ഞിപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഫാക്ടറി ഉടമടുത്ത് ഈ പൈസ പിടിച്ചെടുക്കാൻ വേണ്ടി പറ്റൂല. ഞങ്ങളിപ്പോൾ കോടതിയൊക്കെ സമീപിച്ചിട്ടുണ്ട്. കോടതി അതിനകത്ത് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഗവൺമെൻറ് അതിന് സംവിധാനമുണ്ട്. ഗവൺമെൻറ് ഏത് ഫാക്ടറിയിൽ നിന്നാണ് ഈ വിഷജലം ഒഴുക്കി വിട്ടതെന്ന് മനസ്സിലാക്കാൻ സംവിധാനമുണ്ട്. ആ സംവിധാനം ഉപയോഗിച്ച് ഗവൺമെൻറ് മനസ്സിലാക്കിയിട്ട് ആ പൈസ അവരുടെ നിന്ന് വസൂലാക്കിയിട്ട് ബന്ധപ്പെട്ട ആൾക്ക് കൊടുക്കണം. അത് മത്സ്യത്തൊഴിലാളിക്കും കൊടുക്കണം, മത്സ്യ കൃഷിക്കാർക്കും കൊടുക്കണം. അത് മാത്രമേ അതിന് മാർഗമുള്ളൂ, വേറെ മാർഗമില്ല. ഇപ്പോൾ കേരളത്തിൽ എത്ര ഹെക്ടർ സ്ഥലത്ത് ഇപ്പോൾ ഈ മത്സ്യകൃഷി നടക്കുന്നുണ്ട്? ഏതാണ്ട് ഒരു കണക്ക് എങ്ങനെയാണ്? കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതാണ്ടൊരു 10,000-15,000 ഹെക്ടർ സ്ഥലത്ത് കൃഷി നടക്കുന്നുണ്ട്, വ്യത്യസ്ത രീതിയിലുള്ള കൃഷിയായിട്ട്. അതുപോലത്തെ ഒരുപാട് കേജ് കൾച്ചറുണ്ട്, കുറേ പെൻ കൾച്ചർ നടക്കുന്നുണ്ട്. അതിന് പുറമെ കല്ലുമ്മക്കായ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ടോട്ടൽ കൃഷി ചെയ്തുണ്ടാക്കുന്ന കല്ലുമ്മക്കായൻ്റെ 80% കാസർഗോഡ് ജില്ലയിലെ 4 പഞ്ചായത്തിൽ ഉണ്ടാക്കുന്നതാണ്. 4 പഞ്ചായത്തിലാണ് ഇന്ത്യയിലെ ടോട്ടൽ പ്രൊഡക്ഷൻ്റെ 80% എടുക്കുന്നത്. കാസർഗോഡ്, അത് വലിയപറമ്പ്, പടന്ന, ചെറുവത്തൂർ, തൃക്കരിപ്പൂർ ഇവിടെ ഉണ്ടാകുന്നത്. അവിടെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലും ഗവൺമെൻറ് ഇടപെടൽ കാര്യമായിട്ട് വരേണ്ടതാണ്. അവിടെ ഇടനിലക്കാരാണ് അതിനകത്ത് കാശുണ്ടാക്കുന്ന വിദഗ്ധന്മാർ. അപ്പോൾ അതിനൊക്കെ ഗവൺമെൻറ് നമ്മുടെ ഉദ്യോഗസ്ഥ സംവിധാനം എന്ന് പറഞ്ഞാൽ നോക്കി നിൽക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. സാധാരണ ഡെൻസിറ്റി കൂടി കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാട് വരും. കാരണം നമ്മൾ ഈ കല്ലുമ്മക്കായ് കൃഷി, അതുപോലെ തന്നെ കേജ് കൾച്ചർ എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ ഓരോ ജലാശയത്തിൻ്റെ ഒരു ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ട്, അതിൻ്റെ ഒരു വഹനശേഷി. അതിനപ്പുറം ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അസുഖങ്ങളും പ്രശ്നങ്ങളും വളർച്ച കുറവും ഒക്കെ വരും. നേരത്തെ കല്ലുമ്മക്കായ് വളരെ വലിയ കല്ലുമ്മക്കായ് ഉണ്ടായത്. ഇപ്പോഴെന്താണെന്ന് പറഞ്ഞാൽ കല്ലുമ്മക്കായ് ചെറുതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി കൂടി അവിടെ മാത്രം വ്യാപിച്ചു. അപ്പോൾ ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ പറഞ്ഞാൽ അവിടെ അത് കുറച്ച് കുറക്കാൻ വേണ്ടി പറ്റും. കുറക്കലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അക്വാകൾച്ചറിലേക്ക് വന്ന കൃഷിക്കാരെ മറ്റ് മേഖലയിലേക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടി പറ്റും. എന്നിട്ട് തീരദേശ മേഖലയിൽ ഒരു 25 PPT മേലെ ഉപ്പ് കിട്ടുന്ന എല്ലാ സ്ഥലത്തും ഈ കല്ലുമ്മക്കായ് കൃഷി വ്യാപിക്കാൻ വേണ്ടി പറ്റും. ലക്ഷക്കണക്കിന് ടൺ കല്ലുമ്മക്കായ് കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പക്ഷേ അതിൻ്റെ ഒരു പ്ലാനിങ്, അതിന് വേണ്ടുന്ന ബാക്കി പശ്ചാത്തല സൗകര്യം ഇതൊക്കെ ഗവൺമെൻറ് ചെയ്യണം. ഗവൺമെൻറ് ഇടപെടുന്നില്ല അതിനകത്തൊന്നും. അല്ല, സർക്കാരിന് കുറച്ചും കൂടി നികുതി ഇനത്തിലൊക്കെ കുറച്ചും കൂടി പൈസ കിട്ടുന്നതാണ്. മാത്രമല്ല ഒരുപാട് ഇതിനെ ആശ്രയിച്ചുകൊണ്ട് ഒരു വലിയ ജനവിഭാഗം. അല്ല, ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം ഞാൻ പറയാം. ഇപ്പം ഈ കഴിഞ്ഞ വർഷം തന്നെ 2024 ആദ്യം ഞങ്ങൾ ഒരു മെമ്പറുടെ കൊടുത്തു ഗവൺമെൻറ്റിലേക്ക് കൊടുത്തു, കാസർഗോഡ് കളക്ടർക്ക് കൊടുത്തു. കാരണം ഈ കല്ലുമ്മക്കായ് ഉണ്ടാക്കുന്ന മുഴുവൻ ഇപ്പോൾ നമ്മൾ ഡൊമസ്റ്റിക് മാർക്കറ്റിലാണ് പോകുന്നത്. അപ്പോൾ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ പോകുന്ന എന്താ കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടുകാർ ഇത് എടുക്കുന്നില്ല. എക്സ്പോർട്ടുകാർ ഇത് എടുക്കണമെങ്കിൽ ഇതിനകത്ത് ഡെപ്പുറേഷൻ നടക്കണം, ഇതിൻ്റെ ശുദ്ധീകരണം നടക്കണം. അപ്പോൾ ഡെപ്പുറേഷൻ സംവിധാനമില്ല. ഡെപ്പുറേറ്റ് ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ എടുക്കാമെന്ന് ഇവർ എക്സ്പോർട്ടേഴ്സ് പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ MPയുടെ അതുമായി ബന്ധപ്പെട്ട് മീറ്റിംഗ് വിളിച്ചു. അപ്പോൾ ആ മീറ്റിങ്ങിൽ വളരെ വിശദമായിട്ട് ഇതിനെപ്പറ്റി ചർച്ച നടത്തി. അപ്പോൾ അവർ പറഞ്ഞു ഡെപ്പുറേറ്റ് ചെയ്ത് തന്നാൽ ഞങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഡെപ്പുറേഷൻ ഉള്ളൊരു യൂണിറ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിലേക്ക് കൊടുത്തു, കാസർഗോഡ് കളക്ടർ കൊടുത്തു, അതിൻ്റെ സ്ഥലമൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് പറഞ്ഞു. പക്ഷേ അത് ഇപ്പോഴും അങ്ങനെ കിടക്കുകയാണ്. കാരണം ഇതുവരെ വന്നിട്ടില്ല. ശരിക്കും ഡെപ്പുറേറ്റ് ചെയ്യാനൊരു യൂണിറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ അവിടുന്ന് വലിയ പൈസ ആ കൃഷിക്കാർക്ക് കിട്ടുകയും ചെയ്യും, ഇത് മുഴുവൻ എക്സ്പോർട്ട് പോവുകയും ചെയ്യും. അങ്ങനെ എക്സ്പോർട്ടിങ്ങിൻ്റെ സാധ്യത വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഈ തീരദേശ മേഖല മുഴുവൻ ഇത് വ്യാപിച്ചു വരും. ഇപ്പോൾ ഈ കാസർഗോഡ് ജില്ലയിലുണ്ടായ സംഭവം അത് ബാക്കി സ്ഥലങ്ങളിൽ, ഇപ്പോൾ കണ്ണൂരൊക്കെ കുറച്ച് വന്നിട്ടുണ്ട്, മറ്റ് സ്ഥലങ്ങളിലേക്ക് അത് വ്യാപിച്ചു വരും. പിന്നെ ഈ ഗൾഫിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ഗൾഫിലേക്ക് അതിൻ്റെ ക്വാളിറ്റി അഷ്വർ ചെയ്യുന്നതിലും അത്ര വലിയ പ്രശ്നമില്ല. പക്ഷേ ഇപ്പം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലോ സ്റ്റേറ്റ്സിലോ ഒക്കെ ഇത് പോകണമെങ്കിൽ വളരെ ഗൗരവത്തിൽ അതിൻ്റെ ക്വാളിറ്റി കൺട്രോൾ വളരെ കുറേയും കൂടെ മെച്ചപ്പെട്ട നിലയിൽ മാത്രമേ അവരത് എടുക്കുകയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഈക്കോളി ഉൾപ്പെടെയുള്ള ബാക്ടീരിയകൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്ക് ഡെപ്പുറേറ്റ് ചെയ്ത് നീറ്റാക്കിയിട്ട് മാത്രമേ ആ സാധനം കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ സംവിധാനം ഗവൺമെൻറ്റിനാണ് ഇടപെടാൻ വേണ്ടി പറ്റുക. ഈ കൃഷി ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ ഈ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റും യോജിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ സമീപിക്കുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞ ഇപ്പം പൊക്കാളി മേഖല എന്ന് പറഞ്ഞാൽ ശരിക്കും നെൽകൃഷീൻ്റെ സ്ഥലമാണ്. ഇപ്പം നെൽകൃഷി ചെയ്യാൻ ആളുകൾ വരുന്നില്ല. നെൽകൃഷി ചെയ്യാൻ ആൾ വരാതെ നെല്ലിനോട് വിരോധം ഉണ്ടായതുകൊണ്ടല്ല, ആളുകൾ അരിഭക്ഷണം കഴിക്കാത്തതുകൊണ്ടുമല്ല.
എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ 1 കിലോ പൊക്കാളി നെല്ലുണ്ടാക്കണത് 110-120 റുപ്യ ചിലവ് വരും. പക്ഷേ 1 കിലോ നെല്ലിന് ഗവൺമെൻറ് നിശ്ചയിച്ച പൈസ എന്ന് പറഞ്ഞാൽ 28 റുപ്യ 29 റുപ്യാണ്. അതിലപ്പുറം കിട്ടില്ല. പൊക്കാളിക്ക് കുറച്ച് പൈസ നമുക്ക് മറ്റു രീതിയിലൊക്കെ ഡൊമസ്റ്റിക് മാർക്കറ്റിലൊക്കെ കിട്ടുമെന്ന് വിചാരിക്കാം. പക്ഷെ എന്തായാലും 50 രൂപയിൽ മേലെ വരിക. അപ്പോൾ ബാക്കി പൈസ ആര് സഹിക്കും? ഇപ്പം പൊക്കാളി നിലവികസന ഏജൻസി ഉണ്ട്, കളക്ടർ ചെയർമാനായിട്ട്. അപ്പോൾ അയാൾ പിന്നെ കൃഷി തുടങ്ങുന്നതിന് മുമ്പ് അയാൾ ഉത്തരവിറക്കും എന്ന് പറഞ്ഞാൽ പൊക്കാളി കൃഷി ചെയ്തോളുന്നുണ്ട്. ഇയാൾ ചെയ്തോളെന്ന് പറഞ്ഞാൽ ഇതിന് നഷ്ടം വരുന്നത് ഇയാൾ കൊടുക്കുമോ അല്ലെങ്കിൽ സർക്കാർ കൊടുക്കുമോ? അതിനൊന്നും ഒരു സംവിധാനമില്ല. കാരണം പ്രായോഗികമായിട്ട് ചിന്തിക്കുന്ന ഒരു സംവിധാനമില്ല. പക്ഷേ ഈ പൊക്കാളി മേഖല എന്ന് പറയുന്നത് ശരിക്ക് ഏറ്റവും കൂടുതൽ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഞാൻ പറഞ്ഞ ലാഭകരമായി കൃഷി ചെയ്യാൻ വേണ്ടി പറ്റുന്ന കൃഷി ആളുകൾ ചെയ്യും. അത് ഇപ്പോൾ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ ഏപ്രിൽ 14 ശേഷം, ഏപ്രിൽ 14 പൊക്കാളിൻ്റെ സമയം അവസാനിച്ചു. പിന്നെ നെൽകൃഷിയിലേക്ക് പോകണം. അപ്പോഴേക്കും ഈ കെട്ട് കലക്കൽ ഏർപ്പാട് ഗുസ്തിയൊക്കെ അവിടെ നടക്കും. അപ്പോൾ ആ സ്ഥലത്ത് ഈ കൃഷി ഇങ്ങനെ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് നഷ്ടം വരുന്നതിന് സ്ഥിരമായിട്ട് ആൾ തുടരാൻ പറ്റാത്തപ്പോൾ അതങ്ങനെ നിന്ന് പോകും. അത് മാത്രമല്ല, മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ, നേരത്തെ ഒരുപാട് ആളുകൾ പണിയെടുക്കാറുണ്ട്. വെച്ചാൽ മാനുവലായിട്ട് ശാരീരിക അധ്വാനത്തിന് വരുന്ന ആളുകൾ ഇപ്പോഴില്ല, വളരെ വളരെ കുറവാണ്. ഒരു 60 വയസ്സ് കഴിഞ്ഞ് വിരലുണ്ടാകുന്ന ആളുകൾ മാത്രമേ അവശേഷിക്കുന്നു, ആരുമില്ല. അപ്പോൾ കൃഷി അങ്ങനെ നടക്കാൻ വേണ്ടി പോകുന്നില്ല. കൃഷി നടക്കണമെങ്കിൽ ഒന്നേത് മെക്കനൈസ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് വരണം. പിന്നെ അതിന് വലിയ വില കിട്ടണം. അതിന് മറ്റേ ഇതൊക്കെയുണ്ട്, മറ്റു രീതിയിൽ കുറച്ച് ഗുണഗണങ്ങളൊക്കെ ഉള്ള നല്ല ഇനം അരിയാണത്. കാരണം എന്ന് പറഞ്ഞാൽ മറ്റു രീതിയിൽ രാസവള പ്രയോഗമോ കീടനാശിനിയൊന്നും അവിടെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ആ നിലയിലൊരു ഗുണമേന്മയുള്ള അരിയാണ്, നല്ല ഔഷധ മൂല്യമുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം അതിനെ ആ നിലയിൽ മാർക്കറ്റ് ചെയ്ത് കൊണ്ടുപോകാനും കൃഷിക്കാരനാണെങ്കിലും സംരക്ഷിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ ആൾ കൃഷി ചെയ്യാൻ വേണ്ടി വരില്ല. അപ്പോൾ പൊക്കാളി ഫീൽഡ് നെൽകൃഷി എന്ന് പറയുന്നത് ഈ നിലയിൽ മുമ്പോട്ട് പോകാന്ന് പറയുന്നത് എളുപ്പമുള്ള കേസല്ല. അത് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഇത് പണിയെടുക്കാൻ ആൾ വേണം. ആരാ ഇപ്പോൾ പണിയെടുക്കുക? ആരാ ചേറിലിറങ്ങി പണിയെടുക്കുക? ഒരാൾ പണിയെടുക്കാനല്ല, ആളുകൾ എങ്ങനെ പണിയെടുക്കാതെ പൈസ ഉണ്ടാക്കാമെന്ന് ആലോചിക്കുന്നതാണ് നമ്മുടെ പുതിയ സമൂഹം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞിപ്പോൾ ഈ നേരത്തെ പണിയെടുത്ത ആളുകൾ, അവരുടെ മക്കളൊക്കെ അവർ നന്നായി വിദ്യാഭ്യാസം ചെയ്ത് അവർ ജോലി കയറി അവർ ദൂരെ പോയി. അത് നമുക്ക് പറ്റില്ലെന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ പഴയ എൻ്റെ വീട്ടിൽ പണിയെടുത്ത ഒരാൾ, അയാളുടെ മകൻ അല്ലെങ്കിൽ മകള് അവർ നല്ല വിദ്യാഭ്യാസം നേടി അവർ ജോലി നേടി ദൂരെ പോകുന്നു. അപ്പോൾ അതല്ല നിൻ്റെ അമ്മ പണ്ട് ഇവിടെ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ പണ്ട് ഇവിടെ പണിയെടുത്താണോ നീ പണിയെടുക്കണം എന്ന് പറയാൻ പറ്റൂലല്ലോ. സമൂഹം അങ്ങനെ മാറി വരും. അപ്പോൾ എന്താണ്? അപ്പോൾ മെക്കനൈസേഷൻ വരണം. ഈ മേഖലയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റുന്ന പുതിയ രീതിയിൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുക്കണം. അതിൽ ഗവൺമെൻറ് ഒരു കാര്യമായിട്ട് പങ്കുവഹിക്കാനുണ്ട്. ഇപ്പോഴും ഈ പൊക്കാളി മേഖല അങ്ങനെ ഒന്നുമില്ല. ബാക്കി സ്ഥലങ്ങളിൽ നമുക്ക് നടിയിലും അതുപോലെ തന്നെ കൊയ്ത്തിനും മെതിക്കും കേന്ദ്രമുണ്ട്. ഇവിടെ ആകെ എന്ന് പറയുന്നത് ഈ കൊയ്ത് വെച്ച അത് കൊണ്ടുവന്നിട്ട് അവിടുന്ന് മെതിച്ചെടുക്കാൻ സംവിധാനമില്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആളില്ലാത്തൊരു സ്ഥലത്ത് എങ്ങനെ കൃഷി ചെയ്യാൻ? ആൾ വരുന്നത് ഇപ്പം ഇതിൻ്റെ കണ്ണി കൂട്ടണം ആൾ വേണം, അതായത് ഇതിൻ്റെ മൂട കൂട്ടണം ആൾ വേണം. അതിന് ആളില്ല. ആ ഇല്ല ആളുകൾ 60 വയസ്സ് 70 വയസ്സ് കഴിഞ്ഞ ആളുകളാണ്. അവരുടെ അധ്വാന ശേഷിയൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാകും, നമുക്കറിയാലോ. അപ്പോൾ ആളുകൾ പണിയെടുക്കാൻ ഇല്ലാത്തൊരു മേഖലയിൽ മെക്കനൈസേഷൻ വരണം. അങ്ങനെയാണ് ആധുനികവൽക്കരണം എന്ന് പറയുന്നത്. അത് അതിനകത്ത് വന്നാലേ നടക്കൂ. അത് അങ്ങനെയൊന്നുമില്ല, അങ്ങനെ സംവിധാനമില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ വ്യവസായ വകുപ്പ് കേരളത്തിലേക്ക് വ്യവസായം പല രീതിയിൽ വരുന്നു, വലിയ വ്യവസായ വളർച്ച ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ മത്സ്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വ്യവസായങ്ങൾ, കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ഉണ്ടെങ്കിൽ പോലും മത്സ്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രാദേശിക അടിസ്ഥാനത്തിലൊന്നും അത്തരം സ്ഥാപനങ്ങളൊന്നും വരുന്നില്ല. അതുകൂടി യഥാർത്ഥത്തിൽ മത്സ്യമേഖലയെ കുറച്ചും കൂടി പിന്നെ പ്രോത്സാഹിപ്പിക്കില്ല. അല്ല, പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിലെ ഈ പ്രോസസ്സിംഗ് പ്ലാന്റുകളിലെ ഒരു വലിയ ഭാഗം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പുറത്ത് നിന്ന് മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടാണ് ഇങ്ങോട്ട് ഇവിടെ പ്രോസസ്സ് ചെയ്യുന്നത്. ഇപ്പോൾ പല പ്രധാനപ്പെട്ട കമ്പനിക്കാരും അവർക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ നമുക്ക് കൂടി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം അവർ ആന്ധ്രയിൽ നിന്ന് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ കർണാടകത്തിൽ നിന്നൊക്കെയാണ് ഇവിടത്തേക്ക് ചെമ്മീനെ കൊണ്ടുവന്നിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് കയറ്റി അയക്കുന്നത്. ഇവിടെ നമുക്ക് സാധ്യത കിടക്കുന്നത്, വലിയ സാധ്യത. ആ സാധ്യതയെ പ്ലാൻ ചെയ്ത് പ്രയോജനപ്പെടുത്തിയിട്ട് ഉൽപ്പാദനം ഉണ്ടാക്കുന്നതിന് പകരം ഇവിടെ അതിനോട് ഇങ്ങനെ കളിക്കുകയാണ് ശരിക്കും. പിന്നെ നമുക്ക് ഉൽപ്പാദനം വികസിക്കണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. കാരണം പുതിയ സ്ഥലത്തേക്ക് കൃഷി വരണം. അതിൻ്റെ കൂടെ നിലവിലുള്ള അതിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കണം. ഇത് വരണമെന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ പശ്ചാത്തല സൗകര്യം വികസിപ്പിക്കണം. എന്ന് പറഞ്ഞാൽ കറണ്ട് വരണം, മറ്റ് സംവിധാനങ്ങളൊക്കെ വരണം. കാരണം ഈ അക്വാകൾച്ചറിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പം ഹൈ ഡെൻസിറ്റി ആണ് പല സ്ഥലത്ത് സ്റ്റോക്ക് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അതിനകത്ത് അതിൻ്റെ ഡിസോൾഡ് ഓക്സിജൻ, അതിൻ്റെ വിലയിത പ്രാണവായു കൂട്ടി കൊടുക്കണം. അത് എയറേഷൻ വെച്ചിട്ട് മാത്രമേ പറ്റൂ. അത് ഇന്നത്തെ അവസ്ഥയിൽ പിന്നെ ഈ പറയുന്ന ഡീസൽ ഉപയോഗിച്ച് നമുക്ക് എയറേറ്റർ വർക്ക് ചെയ്താൽ ഒരിക്കലും മുതലാവില്ല. അത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എവിടെയോ എത്തിപ്പോവും.
എന്ന് പറഞ്ഞാൽ 125 റുപ്യ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരുന്ന കാലത്ത് എനിക്ക് 1 കിലോ ചെമ്മീന് 30 കൗണ്ട് ചെമ്മീന് 485 രൂപ വില കിട്ടിയിരുന്നു. അതിൻ്റെ ആ പ്രോഫിറ്റ് റേറ്റ് എത്രയാണെന്ന് നോക്കിക്കുക, അത്രയും ഉണ്ട്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ 1 കിലോ ചെമ്മീൻ ഉണ്ടാകണം 350 രൂപ വേണം. ആ 350 രൂപ വരുമ്പോൾ നമുക്ക് ചിലപ്പം ആ 350, ചിലപ്പോൾ 300, ചിലപ്പോൾ 400, അങ്ങനെയാണ് അതിൻ്റെ പിന്നെ ഒരു ഇത് വരുന്നത്, മെറ്റീരിയൽ പ്രൈസ് വരുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഈ പശ്ചാത്തല സൗകര്യം വികസിപ്പിക്കലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ടാണ്. അതുപോലെ തന്നെ അതിൻ്റെ തീറ്റ, ബാക്കി കാര്യങ്ങൾ, മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കലാണ്. ഈ പുതുതലമുറയും കൂടി യഥാർത്ഥത്തിൽ ഈ കൃഷിയിലേക്ക് ആകർഷിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ നിലനിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഒരു തലമുറയോട് കൂടി ഇത് അവസാനിച്ചു പോകില്ലേ? അല്ല, പുതിയ തലമുറ വന്നാലേ ഇത് നിൽക്കുന്ന ഞാൻ പറയുന്നത്. പുതിയ തലമുറ പല ആളും വന്നിരുന്നു എന്ന് പറഞ്ഞാൽ നേരത്തെ ആ സുഭിക്ഷ കേരളം പദ്ധതി ആ ഒരു സമയത്ത് പറഞ്ഞാൽ വലിയൊരു ബൂമിങ് ഉണ്ടായതാണ്. ഒരുപാട് ആളുകൾ വന്നിരുന്നു. പക്ഷെ ആ കക്ഷികളൊക്കെ ഇപ്പം അങ്ങ് പോയി. അത് നല്ല വിദ്യാസമ്പന്നരായ ആളുകളാണ് വന്നത്. കാരണം ഇതൊരു സയൻസ് അല്ലേ. അപ്പോൾ സാധാരണ ഒരു നമ്മൾ തെങ്ങ് കൃഷി ചെയ്യുന്നതാണൊക്കെ, അല്ലെങ്കിൽ നെൽകൃഷി ചെയ്യുന്നതാണൊക്കെ, വാഴ കൃഷി ചെയ്യുന്നതാണൊക്കെ ഒന്നും ചെമ്മീൻ കൃഷിയൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ചെമ്മീൻ കൃഷി വളരെ സെൻസിറ്റീവാണ്. അത്ര ശ്രദ്ധിച്ചിട്ട് വളരെ അക്യുറേറ്റ് ചെയ്താൽ മാത്രമേ അത് സാധിക്കൂ. അത് അപ്പോൾ അതിന് പറ്റുന്ന രീതിയിൽ നല്ല ഒരു ശാസ്ത്രബോധമുള്ള പുതിയ വിദ്യാസമ്പന്നരായ ആളുകൾ വന്നാൽ മാത്രമേ അത് സാധിക്കൂ. അത് വരും, അത് വരണം. അത് വരണമെങ്കിൽ ഇവിടെ വന്നാൽ ജീവിക്കാൻ പറ്റുന്നു, ഇവിടെ വന്നാൽ കൃഷി ചെയ്താൽ ലാഭം ഉണ്ടാകുന്നു, മോശമില്ലാന്നും തോന്നുന്ന രീതിയിലുള്ള സംവിധാനം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അതിലാണ് സർക്കാർ മുൻകൈ എടുക്കേണ്ടത്. മത്സ്യകൃഷി രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാവട്ടെ എന്നും അതുപോലെ തന്നെ സർക്കാർ ഇതിന് വേണ്ട എല്ലാ പ്രോത്സാഹനം നൽകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അതിനുള്ള പോരാട്ടങ്ങൾക്ക് ഫെഡറേഷനും കുറച്ച് ശക്തി പകരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ തിരക്കിനിടയിലും ഞങ്ങളെ സഹകരിച്ചതിന് നന്ദി.